വ്യക്തിയല്ല, പ്രസംഗത്തിന് പോകാൻ പറ്റിയ ഒരാളല്ല, അങ്ങനെ ഒന്നുമല്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വാടിയിൽ എന്ന് പറയുന്ന പ്രദേശം, ആ പള്ളിയിൽ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും പോയി നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച, ഭക്ഷണം കൊണ്ടുവരാൻ 3 ടിഫിൻ കാരിയർ അവിടെ കണ്ടിരുന്നു. 3 പല സമയത്തും 3 ഭക്ഷണം കൊണ്ടുവരും. പലതിലും 3, പല ദിവസങ്ങളിലും 3 ഭക്ഷണം കൊണ്ടുവരും. എന്നാ ഇയാള് ചിലപ്പോ 1 ഭക്ഷണം പോലും കഴിക്കൂല. ഞാൻ അവിടെ 1-2 തവണ പോയിരുന്നു. പോയതൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളിന്നു. അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ കുറെ ആൾക്കാരൊക്കെ ഓലൊക്കെ വിളിച്ചു, വരിടാ എല്ലാവരും ഉസ്താദിന്റെ കൂടെ ഇരിക്കും. അങ്ങനെ നമ്മുടെ കൂടെ എത്തിയിട്ട് നമുക്ക് കൂടി ഭക്ഷണം തന്ന് എല്ലാവരും കൂടെ കഴിക്കാം. മൂപ്പർ ഭക്ഷണം കഴിച്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ എനിക്കൊരു ഭയങ്കര രസമായി മാറി. പിന്നെ നോക്കുമ്പോ അവിടെ പിന്നെ ജമാഅത്തിന് ധാരാളം ആളുകൾ, പള്ളി നിറയെ ആളുകൾ. അപ്പോഴാണ് ഞാൻ ആളുകൾ 1-2 കുട്ടികളോട് എന്താണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പൊ അവര് പറയാണ്, ഈ വാടിയിൽ പള്ളിയുടെ പരിസരത്ത് കഴിഞ്ഞ 40 കൊല്ലം, ഞാൻ പോകുന്നത് ഇദ്ദേഹം പിരിയുന്നതിന്റെ 10 കൊല്ലം മുമ്പേ, 40 കൊല്ലമായിട്ട് ഒരു സ്ത്രീയും പ്രസവിച്ച കുട്ടി വിദേഹത്തുകാരനായി മാറിയിട്ടില്ല. ഒറ്റ കുട്ടിയും വിദേഹത്തുകാരൻ അവിടെ അല്ല. ഏതാ സ്ഥലം എന്നറിയോ? അവിടുന്ന് ഇങ്ങനെ കിഴക്കോട്ട് നോക്കിയാൽ കാണുന്ന തബ്ലീഗുകാര പള്ളിയാണ്. മീൻ മാർക്കറ്റിന്റെ അടുത്തുള്ള തബ്ലീഗുകാര പള്ളിയാണ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കിയാല് കാണുന്ന പള്ളി. അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ മുജാഹിദിന്റെ പള്ളിയാണ് കാണുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ കാദിയാനികളുടെ പള്ളി കാണും. കാദിയാനിയും ജമാഅത്തും മുജാഹിദും തബ്ലീഗും എല്ലാവരും ഉള്ളതിന്റെ നടുവിലെ ഒരു തുരുത്താണ് ഈ ചെറിയ പ്രദേശം. അവിടെ ഒരു ഉമ്മയും പ്രസവിച്ച കുട്ടി വിദേഹത്തുകാരനായി മാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചത്? അപ്പൊ പറയാ, അതാണ് ഈ ഉസ്താദിന്റെ പവർ. ഈ ഉസ്താദിന്റെ പവർ അദ്ദേഹം ആകെ ചെയ്യുന്നത്, ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ സമ്പർക്കം ഇങ്ങനെ നിലനിർത്തി പോകും. സമ്പർക്കം എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഏതെങ്കിലും ഒരു ചങ്ങാതിനെ നോക്കുന്ന കണ്ടില്ലാതെ വിചാരിക്കാം. സ്ഥിരമായി വരുന്ന ആളാണ്, വരേണ്ട ആളാ, അവന് വേറെ ജോലി ദൂരമൊന്നും അല്ല. ആ ഉസ്താദ് ചോദിക്കും, ഇവിടെ ഓനെ കണ്ടില്ലല്ലോ, വേറെ പോയിന്ന്. ആ പോകാനെന്തോ സുഖമില്ലാന്ന് അറിഞ്ഞാൽ മൂപ്പരമ്പരെയും കൂട്ടിയിട്ട് നമ്മൾ പോകാം, ഒന്ന് പോയി നോക്കാം. കുണ്ടൂര് പാത്രം കൊണ്ടൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ്. ഇവരെയും കൂട്ടിയിട്ടൊന്ന് പോയി നോക്കുക. ഉസ്താദിന് ഭക്ഷണത്തിന് സ്ഥിരമായി പോലെയൊന്നുമില്ല. ആരാണോ ടിഫിൻ കാരിയർ കൊണ്ടുപോകണത് പോലൊക്കെ ഭക്ഷണം കൊണ്ടുവരും. അങ്ങനെയാണ് 3-4 പിന്നെ ടിഫിൻ കാരിയറിൽ ഭക്ഷണം തിന്നത്. ഈ ഭക്ഷണം ആ വഴിയിലൂടെ പോകുന്നവരൊക്കെ വിളിച്ചെത്തിയിട്ട് അവർക്ക് കൊടുക്കും ഈ മനുഷ്യൻ. ജനങ്ങളെ എല്ലാരെയും ചേർത്ത് പിടിച്ച് ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരുന്തിൽ നിന്ന്, കാക്കയിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടുത്തുന്നത്, അതുപോലെ ഒരു ഭൂപ്രദേശത്തെ രക്ഷപ്പെടുത്തിയ മനുഷ്യൻ നമ്മൾ പറയുന്നത് ഒന്നുമില്ലാത്ത ആളായിരുന്നു. എന്നിട്ട് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോയ ഉസ്താദ്, എം.കെ. കോയ ഉസ്താദ് പഴയ കാലത്ത് വഴലിനൊക്കെ പോകുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ അങ്ങോട്ട് പോകും. വേറെ പള്ളിയൊന്നും അവിടെ നമുക്ക് ഇല്ലാത്ത കാലം. ആടെ ചെല്ലുമ്പോ പിന്നെ കോയസ്താദ് പറയത്രേ, വല്ലാത്ത തൗഫീഖാണ് മുഹമ്മദ് മുസ്ലിയാരെ ഇങ്ങൊക്കെ അമ്മ ചെയ്തു തന്നത്. ആരെ? കോയസ്താദ്. അവര് 1000കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കാൻ അള്ള തൗഫീഖ് കൊടുത്ത പണ്ഡിതൻ പറയാണ്, എനിക്ക് കിട്ടിയതേക്കാൾ വലിയ തൗഫീഖ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ മൂപ്പർ ആ പള്ളിയിലും മദ്രസയിലും അവിടെ ഉണ്ടാകും. ജനങ്ങളുമായിട്ട് വലിയ സമ്പർക്കം, അതിലേക്ക് ആളുകളെ ഇങ്ങനെ അടുപ്പിക്കാനുള്ള ഒരു പണി. അങ്ങനെ ഈ ഉമ്മത്തിനെ ഏറ്റവും നന്നായി ഇയാൾ നയിക്കുകയാണ്. നമ്മളിൽ ഉണ്ടാകേണ്ട സാമൂഹ്യ ബോധം ഈ രൂപത്തിൽ പള്ളിയും മദ്രസയുമായിട്ട് ആളുകളെ ചേർത്ത് കൊണ്ടുവരാനുള്ള